ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻവാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖാല ഇന്നമാ അശ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് വ അഅലം മിനല്ലാഹി മാ ലാ തഅലമൂൻ. നാശത്തിന് അല്ലെങ്കിൽ മരണത്തിന് വിധേയനാവുന്നവരെ ഇങ്ങനെ യൂസുഫിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മക്കൾ പറഞ്ഞപ്പോൾ മക്കളോട് പറയാൻ, ഇനി ഞാൻ നിങ്ങളോടൊരു സങ്കടവും പറയുന്നില്ല, ഒരു വിഷമവും പറയുന്നില്ല. എൻ്റെ വിഷമവും സങ്കടവും അത് ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് ആവലാതിപ്പെടുന്നത്. അതിനെ പ്രതികരിച്ചാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മൾ ബസ് എന്താണെന്ന് പറഞ്ഞു, ഹുസ്ൻ എന്താണ് എന്ന് പറഞ്ഞു. ബസ്സാകുമ്പോൾ അതെന്ത് ചെയ്യും? ഹുസ്നാകുമ്പോൾ മനസ്സിൽ തളം കെട്ടി നിൽക്കും. ബസ്സാകുമ്പോൾ മനസ്സും വിട്ട് അത് എന്ത് ചെയ്യും? പിന്നെ പുറത്തേക്ക് പറയുന്ന അവസ്ഥ ഉണ്ടാകും. ഒരു മുസീബത്തിൻ്റെ ആഘാതം അത് മനസ്സിൽ തളം കെട്ടി നിൽക്കുമ്പോൾ അതിനാണ് ഹുസ്ൻ എന്ന് പറയാം. ചിലപ്പോൾ അത് മനസ്സിൽ നിന്ന് പിടിവിട്ടു പോകും. അങ്ങനെയാകുമ്പോൾ അതിന് ബസ് എന്ന് പറയും. രണ്ടും മുസീബത്തേറ്റുള്ള പ്രയാസമാണ്. അങ്ങനെ പല കഴിഞ്ഞ ആഴ്ച ഞാൻ വേറെയും അതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്, എന്താണ് ബസ്, എന്താണ് ഹുസ്ൻ എന്നുള്ളത്. ഏതായാലും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ ദുഃഖവും അതേപോലെ എൻ്റെ വേദനയും അള്ളാഹുവിലേക്ക് മാത്രം ആവലാതിപ്പെടുന്നു എന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ ഇമാം ഹാക്കിം മുസ്തദ്രക്കിൽ ഒരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്നുണ്ട്. അതിൽ ഈ ആയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തെയാണ് അതിൽ വരുന്നത്. എന്തെന്ന് വെച്ചാൽ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണിൻ്റെ കാഴ്ചയും പോയി, പിന്നെ വളഞ്ഞ് കൂനിക്കൂടിക്കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കാൻ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട്, മല്ലദീ അദ്ഹബ ബസറക് വഖവ്വസ ദഹറക്, നിങ്ങളുടെ കാഴ്ച പോക്കിയത് എന്താണ്, നിങ്ങളുടെ മുതുകിനെ വളച്ചത് എന്താണ്? കൗവസ എന്ന് പറഞ്ഞാൽ കൗസ്, വില്ലിൻ്റെ ആകൃതിയിൽ നല്ല അരോഗദൃഢഗാത്രനായിരുന്നു യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അതെങ്ങനെ വളഞ്ഞു, പിന്നെ കണ്ണിൻ്റെ കാഴ്ചയും പോയി. കണ്ണിൻ്റെ കാഴ്ച പോക്കിയത് എന്താണ്, നിങ്ങളുടെ മുതുക് വളഞ്ഞത് എന്താണ് എന്ന് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോക്കിയത് യൂസുഫിൻ്റെ നഷ്ടമാണ്, എൻ്റെ മുതുകിനെ വളച്ചത് ബിനിയാമീൻ്റെ നഷ്ടമാണ് എന്ന് പറയുന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മാനമിറങ്ങി യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത്, ഇന്ന റബ്ബക യുഖ്രിയുക അസ്സലാം ലിമ ശകൗതനി ഇലാ ഖൽഖിക്, അള്ളാഹു നിങ്ങൾക്ക് സലാം ഓതുന്നു. അള്ളാഹു പറയുന്നു, എന്നെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് പടപ്പുകളോട് സങ്കടപ്പെട്ടത്, എന്നെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ പടപ്പുകളോട് സങ്കടപ്പെട്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതായിട്ട് ജിബ്രീൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു. അപ്പോഴാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് വ അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. വ അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം പിന്നെ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എന്തിനാണ് പടപ്പുകളോട് സങ്കടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ആ വിഷയമുണ്ടല്ലോ അത്. അങ്ങനെ പിന്നെ അതിൻ്റെ അതൊരു വിശദമായ റിപ്പോർട്ടാണ് ഇമാം ഹാക്കിം കൊടുത്തിട്ടുള്ളത്. അതിൽ വേറെ കാരണം പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു എന്നാണ്, യാക്കൂബ്, പിന്നെ നിങ്ങളുടെ കാഴ്ച പോയത് എന്തുകൊണ്ട്, നിങ്ങളുടെ മുതുക് വളഞ്ഞത് എന്തുകൊണ്ട്, സഹോദരങ്ങൾ യൂസുഫിനെതിരിൽ ഇങ്ങനെ ഈ പ്രയാസങ്ങളൊക്കെ തീർത്തത് എന്തുകൊണ്ട്? അതിൻ്റെ കാരണം പറയുന്നത് ആ നിവേദനത്തിൽ പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും മക്കളും ഒരു ദിനം ഒരാടിനെ അറുത്ത് അതിൻ്റെ മാംസാഹാരം പാചകം ചെയ്തിരിക്കെ ഒരു മിസ്കീൻ വന്നു എന്നാണ്. അപ്പോൾ ആ മിസ്കീനെ ഈ ഭക്ഷണത്തിൽ പങ്കാളിയാക്കാത്തതിനാലാണ് ഈ പരീക്ഷണങ്ങൾ ഉണ്ടായത് എന്നാണ് ഒക്കെയും. കാരണം നബിമാരുടെ മക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മക്കാമല്ലേ. അപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ അടുക്കൽ ഒരു വീഴ്ചയല്ല എന്ന് വിധിക്കപ്പെടുന്നത് പോലും
പിന്നെ മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ പിന്നെ കുറ്റപ്പെടുത്തുന്ന പിന്നെ കുറ്റം വിധിക്കുന്ന രീതിയിലുള്ള പിന്നെ വിഷയമാണത്. അതിൽ പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഏത് സമയവും പറയുന്നതാണ്, മൻ യുരീദുൽ ഗദാഅ മിനൽ മസാക്കീൻ ഫലിയതഗദ്ദ മഈ. അതേപോലെ തന്നെ മൻ കാന സായിമൻ ഫലിയുഫ്തിർ മഈ. മിസ്കീന്മാരിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഉണ്ട് എങ്കിൽ അവർ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കട്ടെ, നോമ്പുകാരാണെങ്കിൽ എൻ്റെ കൂടെ നോമ്പ് തുറക്കട്ടെ എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുമായിരുന്നു. അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുള്ളൂ, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കഴിക്കായിരുന്നു ഉള്ളൂ എന്നൊക്കെ പിന്നെ ആ ഹദീസിലുള്ളത്. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നിവേദനമാണിത്. ഏതായാലും ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രഖ്യാപനം, ഇന്നമാ അഷ്കൂ ബസ്സി വ ഹുസ്നി ഇലല്ലാഹ്, എൻ്റെ ദുഃഖവും വിഷമവും ഞാൻ അള്ളാഹുവിലേക്കേ ബോധിപ്പിക്കൂ എന്ന് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം ഈ പറഞ്ഞതാണ് എന്നാണ് ആ ഹദീസിൻ്റെ പ്രയോഗത്തിലുള്ളത്. തഫ്സീറുകൾ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ വാലം മിനല്ലാഹി മാലാ തഅലമൂൻ എന്നുള്ളതും പിന്നെ അതിനോടനുബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതെല്ലാം അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നു. അപ്പം അതിൽ ചിലർ പറഞ്ഞ് ഈ യൂസുഫും ബിനിയാമീനും പിന്നെ കബീറുഹും മുതിർന്ന സഹോദരന്മാരൊക്കെയും എന്ത് ചെയ്യും, എനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പിന്നെ അറിവ് അത് അള്ളാഹുവിൽ നിന്ന് എനിക്കുണ്ട്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ ഈ അനസിൻ്റെ ഹദീസിൽ തന്നെ അങ്ങനെ ഉണ്ട്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ അള്ളാഹുവിനോട് പറയുന്നുണ്ട് എന്നാണ്, യാ റബ്ബ്, ഈ വൃദ്ധനായ എൻ്റെ കാഴ്ച നീ എന്തിനു പോക്കി, എൻ്റെ മുതുകിനെ നീ എന്തുകൊണ്ട് ഇങ്ങനെ വളച്ചു എന്ന് പിന്നെ അള്ളാഹിനോട് സങ്കടപ്പെട്ട് പിന്നെ എൻ്റെ രണ്ട് മക്കളെ എൻ്റെ റൈഹാനത്തയ്യ എന്നാണ്, എൻ്റെ റൈഹാനത്തയ്യ എന്നാണ്. പിന്നെ റൈഹാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഗന്ധമാണല്ലോ, അല്ലെങ്കിൽ സുഗന്ധം പൊഴിക്കുന്ന ചെടിയാണ്. ഉദ്ദേശിക്കുന്ന യൂസുഫും ബിനിയാമീനും, എൻ്റെ റൈഹാനത്തയ്യ നീ എനിക്ക് തിരിച്ചു തരണമേ ഞാൻ മരിക്കുന്നതിന് മുമ്പ്. ഹത്ത അശുമ്മഹുമാശമ്മൻ ഖബ്ലൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ ഒന്ന് മണക്കട്ടെ, ഉമ്മ വെക്കട്ടെ. യൂസുഫിനെയും ബിനിയാമീനെയും നീ എനിക്ക് തിരിച്ചു തരണമേ എന്ന് അള്ളാഹിനോട് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട്, അവരിരുവരും മരിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ജീവിപ്പിച്ചു തരും, ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിൻ്റെ അടുക്കലേക്ക് അവരെ എത്തിച്ചു തരും, നിൻ്റെ ആഗ്രഹം നിവർത്തിപ്പിക്കാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബിയോട് പറയുന്നുണ്ട്. അതാണ് വഅലം മിനല്ലാഹി മാ ലാ തഅലമൂൻ. നിങ്ങൾ അറിയാത്തത് ഞാൻ അള്ളാഹുവിൽ നിന്ന് അറിയുന്നു എന്ന് പറയുന്നത് അതിനെ പുരസ്കരിച്ചാണ്. ഏതായാലും ആ വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞത്, അപ്പം അതിൽ വിട്ട ഒരു ഭാഗമായിരുന്നു ഇത്, അത് ഞാനിപ്പോൾ ഉണർത്തി. ഇനി ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയാണ്, യാ ബനിയ ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വ അഖീഹി വലാ തയഅസു മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. യാ ബനിയ, ഇസ്മാന യാ ബനിയ, യെസ്, ആൺ മക്കളെ വിളിക്കണം, എല്ലാവരും ആൺമക്കളല്ലേ. ബനിയ, യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ, ബുനൈ എന്ന് പറഞ്ഞാൽ കൊച്ചുമകൻ. ബനീന എന്നുള്ളതാണ് ആൺമക്കൾ, ബനീന. യാ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ്, യാ ബനീന യാ എന്നാണ് എൻ്റെ മക്കളെ. പക്ഷേ യായിലേക്ക് ഈ ബനീന എന്നുള്ളതിനെ ഇദാഫത്ത് ചെയ്യുമ്പോൾ നൂന് കളഞ്ഞു പോയിട്ടാണ് ബനിയ. എന്തായാലും അത് യാ ബനിയ എൻ്റെ മക്കളെ. ഇദ്ഹബു, ഇദ്ഹബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകൂ. ഫതഹസ്സസു മിൻ യൂസുഫ, ഫതഹസ്സസു എന്താ ഫ പോയി, അതിൽ പിന്നെ തഹസ്സസു, എന്താ തഹസ്സസു, തഹസ്സസ എന്നുള്ളത് അസല് തഹസ്സസ എന്നാണ്. തഹസ്സസ യതഹസ്സസു തതഹസ്സസു. ഇവിടെ താ ഉണ്ട്, പക്ഷേ ഇത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഉച്ചാരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചില അക്ഷരങ്ങൾ തന്നെ കുറയും. ഇപ്പം തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹ, അതിൻ്റെ അസൽ എന്താ, തതനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹ എന്നാണ്. തതനസ്സലു പാരായണത്തിൽ ഒരു പിന്നെ എളുപ്പത്തിൽ അവിടെ തനസ്സലു എന്നാണ് പാരായണം. അതേപോലെയാണ് ഇത്തരം ക്രിയകൾ വരുമ്പോൾ ഇവിടെ തഹസ്സസു എന്നാണ്, പക്ഷേ പിന്നെ ഈ താ കളഞ്ഞു പോയി തഖ്ഫീഫിന് വേണ്ടി തഹസ്സസു, ഫതഹസ്സസു. ഒന്ന് ഓതിയൊക്കെ ഫതഹസ്സസു എന്നുള്ളത് നമ്മൾ തന്നെ തപ്പു അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനാൽ അവിടെ ഒരു താ എന്ത് ചെയ്തു, പോക്കിയിട്ട്
തഹസ്സസു എന്ന് പറഞ്ഞു. അത് അറബി ഭാഷയിൽ പൊതുവിൽ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ ഇതുണ്ട്, ലോപനങ്ങൾ. തൈ ഫ തഹസ്സസു, തഹസ്സസ എന്നുള്ളത് ഹാസത്തിൽ നിന്നാണ് വരിക. ഹാസത്ത്, ഹാസത്ത് എന്താ? ഹാസത്ത് എന്ന് പറഞ്ഞാൽ ഹവാസ് എന്ന് പറയും. ഹവാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയം, ഹാസത്ത്. ഹവാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ അൽ ഹവാസുൽ ഖംസ് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയം. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കാണ് ഹവാസ് എന്ന് പറയാം. അത് ഉപയോഗിക്കാനാണ് പറയുന്നത് ഫതഹസ്സസു. തഹസ്സസു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ 5ഉം ഉപയോഗിച്ച് അന്വേഷിക്കുക, കണ്ടെത്തുക എന്നുള്ളതാണ്, തിരയുക എന്നുള്ളതാണ്. നമ്മൾ കണ്ണുകൊണ്ട് തിരയും അല്ലേ, കാതുകൊണ്ട് തിരയും അല്ലേ, ചിലത് അന്വേഷിക്കൽ നാവുകൊണ്ടാണ്, ചിലത് മണത്തിട്ടാണ് അല്ലേ, ചിലത് തൊട്ടിട്ടാണ്. ഫതഹസ്സസു എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ്. ഇവിടെ നമ്മൾ അർത്ഥം പറയുമ്പോൾ അന്വേഷിക്കുക, പരതുക എന്നുള്ളതാണ്. പക്ഷെ കേവല അന്വേഷണമല്ല, കേവല പരതലും അല്ല. പിന്നെയോ ഇത് നമുക്ക് ആവുന്നത്ര കഴിവുകൾ ഉപയോഗിച്ച് തിരയാനാണ്, അന്വേഷിക്കാനാണ്. പഞ്ചേന്ദ്രിയങ്ങൾ 5ഉം ഉപയോഗിച്ചുള്ള അന്വേഷണം, തെരച്ചിൽ, തഅറുഫ്, തതല്ലുബ്, അന്വേഷണം, വിവരം തിരക്കൽ, അതാണ് ഇവിടെ തഹസ്സസ എന്നുള്ളത്. ഫതഹസ്സസു എന്ന് കൽപ്പിക്കുകയാണ്. തഹസ്സസ്, നീ അന്വേഷിക്ക്, തഹസ്സസു, നിങ്ങൾ അന്വേഷിക്കൂ. ആ കൽപ്പന ക്രിയയാണ്. നിങ്ങൾ പോയിട്ട് അന്വേഷിക്കാൻ പറയാണ്. ആരെയാണ് അന്വേഷിക്കേണ്ടത്? മിൻ യൂസുഫ വ അഖി, യൂസുഫിനെയും യൂസുഫിൻ്റെ സഹോദരനെയും അന്വേഷിക്കാൻ പറയാൻ. ഇവിടെ മൂന്നാമതൊരാളെന്നല്ല, കബീറു. അതെന്തേ പറയാതിരുന്നത്? അതിനെ അന്വേഷിക്കാൻ പോകേണ്ട കാര്യമല്ല, ഒന്നാമത് മുതിർന്ന ആളാണ്. രണ്ടാമത്തേത് അയാളാരും പിടിച്ചു വെച്ചിട്ടില്ല, മൂപ്പർക്ക് വരാൻ പറ്റും. പിന്നെ മൂപ്പരുടെ വരവ് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരുടെ വരവുമായി ബന്ധപ്പെട്ടാണ്? ബിനിയാമീൻ്റെ വരവുമായി ബന്ധപ്പെട്ടാണ്. ബിനിയാമി വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മൂപ്പരനെ വരും, മുതിർന്ന ആൾ. അതുകൊണ്ട് മൂപ്പരെ പറയാൻ വിടേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മീ യൂസുഫ വ അഖീഹി എന്ന് പറഞ്ഞു. ഈ ഫതഹസ്സസു മിൻ യൂസുഫ വ അഖീഹി, തഹസ്സസു എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് തജസ്സസു. എന്താ തജസ്സസു? തജസ്സസും തഹസ്സസും ഒരേ അർത്ഥത്തിൽ വരും. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശ്വാസികളോട് ലാ തബാഗദു, എന്താ ലാ തബാഗദു, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് നടക്കരുത്. വലാ തദാബറു, എന്താ വലാ തദാബറു, നിങ്ങൾ പരസ്പരം, തദാബർ എന്ന് പറഞ്ഞാൽ ദുബറ് കാണിച്ചിട്ട് പോകണീനാ പറയാ. രണ്ടാളും ഇങ്ങോട്ട് വന്നിട്ട് ഓനാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോകാം, പിന്നെ മറ്റവൻ തിരിഞ്ഞു വരുമ്പോൾ എന്തായി? അതാണ് ഒരേ അർത്ഥം തന്നെയാണ്. പരസ്പരം പിണങ്ങി പോകരുത് എന്നുള്ള അർത്ഥത്തിൽ. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്. വലാ തജസ്സസു, നിങ്ങൾ തജസ്സുസ് നടത്തരുത്. വലാ തഹസ്സസു, നിങ്ങൾ തഹസ്സുസ് നടത്തരുത്. ഈ ഔറാത്തുകൾ അന്വേഷിക്കലാണ് തജസ്സുസ്. ചൂഴ്ന്ന് അന്വേഷിക്കുക. എന്ത് ചൂഴ്ന്ന് അന്വേഷിക്കണത്? മറ്റുള്ളവരുടെ കുറവുകൾ. ജസ്സാസ എന്ന് പറയും. എന്തിനാ ജസ്സാസ? ജാസൂസ്. എന്താ ജാസൂസ്? ചാരൻ. അൽ ജാസൂസ് ഫിൽ ഖാമൂസ് എന്നൊരു കിതാബുണ്ട്, അൽ ജാസൂസ് ഫിൽ ഖാമൂസ്. ചികഞ്ഞന്വേഷിക്കുക എന്നുള്ളതാണ്. ഇത് പിന്നെ വിലക്കണത് വലാ തജസ്സസു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാരപ്പണി നടത്തരുത്. ചാരപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വിഷയത്തിൽ? അന്യരുടെ കുറവുകൾ, ആയിബുകളെ അന്വേഷിച്ചു കൊണ്ടുള്ള പരിപാടി. ജസ്സാസ എന്താ? അൽ ജസ്സാസ? ജസ്സാസയെ കേട്ടില്ല? ഹദീസുൽ ജസ്സാസ, ജസ്സാസൻ്റെ ഹദീസ്, അറിയപ്പെട്ട ഹദീസ് അല്ലേ? ദജ്ജാലിൻ്റെ ഹദീസ്. ദജ്ജാലിന് വാർത്തകൾ പെറുക്കിക്കൊണ്ടേ കൊടുക്കുന്ന ആളാണ് ആര്? ജസ്സാസ. ദജ്ജാലിന് വാർത്തകൾ ദജ്ജാൽ ബന്ധിതനായ ദജ്ജാലിന് വാർത്തകൾ പരതി കൊടുക്കുന്ന ആളാണ് ആര്? ജസ്സാസ. അതാണ് ഹദീസുൽ ജസ്സാസ. അതാണ് തമീമുദാരിൻ്റെ ഹദീസ്, ഫാത്തിമ ബിന്ത് ഖൈസിൻ്റെ ഒക്കെ ഹദീസ് ഉണ്ടല്ലോ, അത് പിന്നെ ആ ജസ്സാസയുടെ വിഷയത്തിൽ. അത് ഈ പണിക്കാണ്, പണിയെടുക്കുന്ന ആളായതുകൊണ്ടാണ് അതിൽ ജസ്സാസ എന്ന് പറഞ്ഞാൽ ആ ജീവിക്ക്. ജസ്സുൻ നബുദ് എന്ന് പറയും. ജസ്സുൻ നബുദ് എന്താ? ഇപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇങ്ങനെ നരമ്പിൻ്റെ മിടിപ്പൊക്കെ നോക്കൂലേ, അതിനാണ് ജസ്സുൻ നബുദ് എന്ന് പറയുക. പരിപാടി എന്താ? പരിപാടി
പിന്നെ ഈ അന്വേഷിക്കലാണ്. പക്ഷേ ഇവിടെ വലാ തജസ്സസു എന്ന് പറയുമ്പോൾ എന്താ, അത് ഈ കുറവുകൾ, ന്യൂനതകൾ അന്വേഷിക്കുന്ന പരിപാടിയാണ്. അന്യരുടെ കുറവുകൾ അന്വേഷിക്കുക, ന്യൂനതകൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് തന്നെ റസൂൽ പറഞ്ഞത്, വലാ തജസ്സസു വലാ തഹസ്സസു. പക്ഷേ തഹസ്സുസ് പലപ്പോഴും ഖൈറിൻ്റെ വിഷയത്തിലാണ് പറയുക, ഷറിൻ്റെ വിഷയത്തിൽ വിരളായിട്ട് പറയും. ഖൈറായൊരു കാര്യം അന്വേഷിക്കുന്നതിന് തഹസ്സസു എന്ന് പറയും. അതാണ് ഇവിടെ ഇപ്പോൾ തഹസ്സസു. തജസ്സുസ് പലപ്പോഴും എന്തിലാണ്, എന്തിലാ? ഷർറ് അന്വേഷിക്കുക, അതാണ്. കുറവുകൾ അന്വേഷിക്കുന്ന ഈ വിഷയത്തിലാണെന്ത്, തജസ്സുസ്. പക്ഷെ തഹസ്സുസ് ഇതിനും പറയും. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയത്, വലാ തഹസ്സസു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ല എന്താ, വലാ തജസ്സസു. എവിടെ പറഞ്ഞത്? ഖൗമുൻ മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹു വലാ നിസാഉ മിൻ നിസാഇൻ അസാ യകുന ഖൈറൻ മിൻഹുന്ന ഇന്ന ബഅദ ളന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ. ചില ഊഹങ്ങൾ എന്താണ്, അത് കുറ്റമാണെന്ന് പറഞ്ഞു. കുറ്റമാണ്. വലാ തജസ്സസു, ഈ ദുർവിചാരത്തിൻ്റെ ഫലാണെന്ത്, തജസ്സുസ്. ചീത്ത വിചാരമുള്ളതുകൊണ്ടാണല്ലോ തജസ്സുസ്. അതുകൊണ്ട് വലാ തജസ്സുസ് എന്ന് അതിന് ബന്ധം പറഞ്ഞത്. പിന്നെ തജസ്സുസ് നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് വലാ യഗ്തബ് ബഅദുകും ബഅദ എന്ന് പറയുന്നത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവും രാത്രി മദീനത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഉമർ നടക്കുന്നത് എന്തിനാ, ഉമർ ഖലീഫയാണ്. അപ്പോൾ ഒരു വീട്ടിൻ്റെ അകത്തുനിന്ന് ഭയങ്കര ഇത് ലഗത്ത് എന്ന് പറഞ്ഞെങ്കിൽ ബഹളം. അപ്പോൾ ഉമർ പറയാണ്, ഈ വീട് ഇന്ന വീടാണ്. വഹുമുൽ ആന ഷർബുൻ, വഹുമുൽ ആന ഷർബുൻ എന്ന് പറഞ്ഞാൽ എന്താ, അവരിപ്പം അതിൻ്റെ ഉള്ളിൽ ഷർബാണ്. ഷർബ് പറഞ്ഞാൽ മദ്യപിക്കാണ്. പിന്നെ അബ്ദുറഹ്മാൻ ഔഫിനോട് ചോദിക്കാൻ, നിങ്ങളെ അഭിപ്രായം എന്താന്ന്, നമുക്ക് ചവിട്ടിപ്പൊളിച്ച് കയറിയല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് പറഞ്ഞ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച പരിപാടിയാണ് ഇപ്പം നമ്മൾ ചെയ്യണത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വലാ തജസ്സസു. ഉമർ ഉടനെ അബ്ദുറഹ്മാൻ ഔഫിനെ കൂട്ടിയിട്ട് മടങ്ങി. ഉമർ ഖലീഫയാണ്, ഇങ്ങനത്തെ ഒരു കേസാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഉമറിന് കിടക്കണേനൊന്നും പ്രശ്നമല്ല. അതേസമയം വലാ തജസ്സസു എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു വിരോധിച്ച ഏർപ്പാടാണ് ഇത് എന്ന് കേട്ട മാത്രയിൽ മടങ്ങിയെന്ന് ഉമർ. അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ ചരിത്രത്തിൽ മറ്റൊന്ന്, ഒരിക്കൽ ഒരു തോട്ടത്തിൽ, മദീനയിൽ തോട്ടത്തിൽ ഇങ്ങനെ യുവാക്കൾ അവർ ഇടങ്ങേറിൽപ്പെട്ടിരിക്കുക. അത് പിന്നെ ഹാഫിദ് ഇബ്രാഹിം ബക്ക് കവിതയിലാണ് അത് കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, വഫിത്തിയത്തുൻ ഊലിഉ ബിർറാഹി വൻതബദു ലഹും മക്കാനൻ വജുദ്ദു ഫീ തആതീഹ ബഹർത ഹായിതഹും ലമ്മാ അലിംത ബിഹിം വല്ലൈലു മുഅതകിറുൽ അർജാഇ സാജീഹ ഖാലൂ മക്കാനക ജിഅനാ ബിവാഹിദത്തിൻ വജിഅതനാ ബിസലാസിൻ ലൻ തുബാലിഹ ഫഅതുൽ ബുയൂത മിനൽ അബ്വാബി യാ ഉമറു വഖദ് യസിന്നു അലൽ ഹൈതാനി ആതീഹ വലാ തജസ്സസ് വഹാദിൽ ആയു ഖദ് നസലത് ബിന്നഹി അൻഹു വലം തർആ നവാഹിഹ ഫഉത്ത അൻഹും വഖദ് അക്ബർത ഹുജ്ജതഹും ലമ്മാ റഅയ്ത ആയാതുല്ലാഹി യുംലിഹ വമാ അനിഫ്ത വഇൻ കാനു അലാ ഹറജിൻ മിൻ അൻ യഹുജ്ജക ബിൽ ആയാതി ആസിഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വഫിത്തിയത്തുൻ ഊലിഉ ബിർറാഹി വൻതബദു ലഹും മക്കാനൻ വജുദ്ദു ഫി തആതിഹ എന്നാണ്. ഒരു സംഘം യുവാക്കൾ മദ്യപിക്കുകയാണ്, അവരെ ലഹരി മൂത്തിരിക്കുകയുമാണ്. ബഹർത ഹായിതഹും ലമ്മാ അലിംത ബിഹിം വല്ലൈലു മുഅതകിറുൽ അർജാഇ സാജീഹ എന്ന്. ഉമർ എന്ത് ചെയ്തു, അവരാ തോട്ടത്തിലിരിക്കുമ്പം മതിൽ ചാടി. ബഹർത ഹായിതഹും, മതിൽ ചാടിയിട്ട് മതിൽ ഉള്ളിൽ കയറി. വല്ലൈലു മുഅതകിറുൽ അർജാഇ സാജീഹ, രാത്രി സമയം. അപ്പോൾ അവർ യുവാക്കളാണ്, അവർ ഖാലു, അവർ പറഞ്ഞു മക്കാനക് എന്ന് പറഞ്ഞാൽ എന്താ, അമീറുൽ മുഅ്മിനീൻ അവിടെ നിൽക്കി. മക്കാനക് ജിഅനാ ബിവാഹിദത്തിൻ, ഞങ്ങളൊരു തെറ്റാ ചെയ്ത്. വജിഅതനാ ബിസലാസിൻ ലൻ തുബാലിഹ, നിങ്ങൾ 3 തെറ്റാ ചെയ്ത്. 3 തെറ്റ്. 3 തെറ്റ് ഈ സംഭവത്തിൻ്റെ, ഇത് കവിതയാണ്, സംഭവത്തിൻ്റെ നിവേദനത്തിലുള്ളത്. ഒന്ന്, ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹ. അള്ളാഹു പറഞ്ഞിട്ട് കടന്നു വരുമ്പോൾ അനുവാദം ചോദിക്കണം, സലാം പറയണം. നിങ്ങൾ അനുവാദം ചോദിച്ചില്ല, സലാം പറഞ്ഞില്ല, അല്ല അനുവാദം ചോദിച്ചില്ല. പിന്നെ അള്ളാഹു പറഞ്ഞു ഫഅതുൽ ബുയൂത മിൻ അബ്വാബിഹ, ഒരു വീട്ടിലേക്ക് വരേണ്ടത് അതിൻ്റെ വാതിലിലൂടെയാണ്.
നിങ്ങൾ മതിലാ ചാടിയത്. അത് രണ്ടാമത്തെ തെറ്റ്. പിന്നെ അള്ളാഹു പറഞ്ഞിട്ട് വലാ തജസ്സസു, ചാരപ്പണി എടുക്കരുത്, നിങ്ങളുടേത് തജസ്സുസാണ്. അപ്പം ഞങ്ങളൊരു തെറ്റാ ചെയ്തത്, നിങ്ങൾ 3 തെറ്റാ ചെയ്തത്, അവിടെ വെക്കാൻ പറഞ്ഞു. അതാണ് ഖാലു മക്കാനക് ജിനാ ബി വാഹിദത്തിൻ വജിതനാ ബി സലാസിൻ ലം തുബാലിഹ. എന്നിട്ട് അവർ പറയാണ് ഫത്തുൽ ബുയൂത മിനൽ അബ്വാബി യാ ഉമറു, ഉമറ് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ കവാടം കടന്നാണ് വരേണ്ടത്. ഫത്തുൽ ബുയൂത മിനൽ അബ്വാബി യാ ഉമറു വഖദ് യസിന്നു അലൽ ഹീതാനി ആതിഹ. മതിൽ ചാടി കിടക്കുന്നവനെ കുറിച്ച് ദുർവിചാരം, പല തെറ്റിദ്ധാരണകളും ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നിങ്ങൾ വാതിലിലൂടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ വലാ തജസ്സസ്, ചാരപ്പണി ചെയ്യരുത്. വഹാദിൽ ആയു ഖദ് നസലത് ബിന്നഹി അൻഹു, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് ചാരപ്പണി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. ബില്ലാഹി ഫലം തൻഹ നവാഹിഹ, ആയത്തുകളുടെ വിരോധം നിങ്ങൾ ഒട്ടും പരിഗണിച്ചിട്ടില്ല എന്നും പറഞ്ഞോട് പറയാണ്. കവി പറയാണ് ഫഉത്ത അൻഹും വഖദ് അക്ബർത ഹുജ്ജതഹും. ആ ആളുകൾ തെറ്റുകാരാണ്, പക്ഷെ അവരുടെ ആ ഹുജ്ജത്ത് ഇതല്ല, വാദം, അതിനെ മഹത്വവൽക്കരിച്ചിട്ട് താങ്കൾ മടങ്ങി. ലമ്മാ സമയത്ത ആയാത്തുല്ലാഹി യുംലിഹ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇങ്ങനെ ഓതുന്നത് കേട്ടിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്ത് മടങ്ങിയത്. വമ അനിഫ്ത് വൈൻകാനു അല ഹറജിൻ മിൻ ഐ യഹുജ്ജുക ബിൽ ആയാത്തി ആസിഹ, ആയത്തുകളെ ധിക്കരിക്കുന്നവർ ആ ആയത്തോതിയിട്ട് അങ്ങയോട് തർക്കിക്കുമ്പോൾ, അവരുടെ വാദം ഉന്നയിക്കുമ്പോൾ അങ്ങൊട്ടും അഹങ്കരിച്ചില്ല, വിനയാനിതനായി മടങ്ങിയെന്നാണ് പറയുന്നത് കവി. ഏതായാലും ഇവിടെ ഉമർ ചെയ്തത് ചാരപ്പണിയൊന്നുമല്ല, അത് ഉമറിൻ്റെ ഒരു ദൗത്യം കൂടിയാണ്. പക്ഷേ ഈ ആളുകൾ ആയത്ത് ഓതിയിട്ട് നിങ്ങൾ ചെയ്തത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ആയത്തുകളുടെ മുമ്പിൽ ഉമറിൻ്റെ വിനയാനിതത്താണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഏതായാലും നമ്മുടെ വിഷയം ഇതാണ്, ഈ തഹസ്സുസ് ഇത് വിരോധിക്കപ്പെട്ട വിഷയമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് വലാ തഹസ്സസു വലാ തജസ്സസു, നിങ്ങൾ തഹസ്സസും ചെയ്യരുത് തജസ്സുസും ചെയ്യരുത്. പക്ഷേ പലപ്പോഴും തജസ്സുസ് ഷർറിൻ്റെ വിഷയത്തിലാണ്, ഔറത്തുകൾ അന്വേഷിക്കുന്ന വിഷയത്തിലാണ്. ചിലപ്പോഴൊക്കെ ഖൈർ അതന്വേഷിക്കുന്ന വിഷയത്തിൽ ആരെ പ്രയോഗിക്കും? തഹസ്സുസ് പ്രയോഗിക്കും. തജസ്സുസിൻ്റെ ലക്ഷ്യവും മോശമായിരിക്കും, വഴിയും മോശമായിരിക്കും. ആളുകളുടെ അഴിബുകൾ, കുറവുകൾ അന്വേഷിക്കുക എന്നുള്ളതായിരിക്കും. തഹസ്സുസിൻ്റേത് അങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഫതഹസ്സസു എന്ന് പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞത്. ഹവാസ് ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളുണ്ട്. ചിലത് നമ്മൾ ഉറപ്പ് വരുത്തുക എങ്ങനെ, നക്കി നോക്കിയിട്ടാണ്. ചിലരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെന്ന് മായ മണപ്പിച്ചാർട്ടാണ് ചില കേസുകൾ പിടിക്കാൻ, മണത്ത് നോക്കിയിട്ട് അല്ലേ. ചിലത് അതേപോലെ തന്നെ തൊട്ട് നോക്കി, അതേപോലെ തന്നെ കേട്ട് കണ്ട് ഇങ്ങനെ ഉറപ്പിക്കും. ഇവിടെ ഫതഹസ്സസു എന്ന് പറയുമ്പോൾ അതാണ് അറിയുവാനുള്ള സംവേദനക്ഷമത, അതിൻ്റെ മാർഗങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്താനാണ് പറയുന്നത്. നന്നായിട്ട് തിരയാൻ, അതാണ് ഇത്. ഫതഹസ്സസു, നിങ്ങൾ നന്നായി തിരയുക. മീ യൂസുഫ വഅഖിഹി, യൂസുഫിനെയും യൂസുഫിൻ്റെ സഹോദരനെയും. വലാ തൈഅസു മിർ റൗഹില്ല, എന്താ വലാ തൈഅസു, നിങ്ങൾ നിരാശപ്പെടരുത്. തൈഅസു അൽയസ്, അൽയസ് എന്നാണ് വരുന്നത്, അൽയസ് നിരാശ. വലാ തൈഅസു, നിങ്ങൾ നിരാശപ്പെടരുത്. മിൻ റൗഹില്ല, മിൻ റൗഹില്ല എന്താ റൗഹ് എന്ന് പറഞ്ഞാൽ? റൗഹ് എന്ന് പറഞ്ഞാൽ റഹ്മത്ത്, കാരുണ്യം, അല്ലെങ്കിൽ നഫസ്, ആശ്വാസം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ റാഹത്ത്, റാഹത്ത് എന്നൊക്കെ റൗഹ് പറയും. അള്ളാഹുവിൻ്റെ കാരുണ്യം അല്ലെങ്കിൽ അള്ളാഹു അരുളുന്ന ആശ്വാസം, റാഹത്ത്, അതിൽ വലാ തൈഅസു, നിങ്ങൾ നിരാശപ്പെടരുത്. എന്നിട്ട് അതിൻ്റെ കാരണം പറയാണ്, ഇന്നഹു, കാരണം, കാര്യം, ലാ യൈഅസു മിർ റൗഹില്ല, അള്ളാഹുവിൻ്റെ റൗഹിൽ നിന്ന് നിരാശപ്പെടുകയില്ല, ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. എന്താ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ? അവിശ്വാസികളായ ആളുകൾ അല്ലാതെ, അവിശ്വസിച്ച ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ റൂഹിൽ നിരാശപ്പെടില്ല. അതുകൊണ്ട് ഒട്ടും നിരാശക്കടിപ്പെടാതെ തഹസ്സസു, നിങ്ങൾ നന്നായി അന്വേഷിക്കുക എന്ന് പറയാം. ഇവിടെ അൽ യഅ്സു മിർ റൂഹില്ല വൽ ഖനൂതു മിർ റഹ്മത്തില്ല വൽ അംനു മിൻ മക്രില്ല. ചില ഹദീസിൻ്റെ പ്രയോഗങ്ങൾ കാണും. അൽ ഖനൂത്ത് മിർ റഹ്മത്തില്ല, അൽ യഅ്സ് മിർ റൂഹില്ല, അൽ അംനു മിൻ മക്രില്ല, മക്രില്ല.
എന്താ ഇത് അക്ബറുൽ കബായിർ എന്നാണ്. അക്ബറുൽ കബായിർ എന്താ? വൻപാപങ്ങളിൽ വൻപാപം അതിൽപ്പെട്ടതാണ് എന്ത്? അൽ ഖനൂത്തു മിർ റഹ്മത്തിൽ, അൽ ഇഷ്റാഖു ബില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. പിന്നെ അൽ ഖനൂത്തു മിർ റഹ്മത്തില്ല, അള്ളാഹു നൽകുന്ന റഹ്മത്തിൽ, ഖനൂത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് നിരാശപ്പെടൽ. അതേപോലെ അൽ യഅ്സു മിർ റൗഹില്ല, അള്ളാഹു നൽകുന്ന ആശ്വാസത്തിൽ ഇച്ഛാഭംഗപ്പെടൽ. പിന്നെ അൽ അംനു മിൻ മക്രില്ല, അള്ളാഹുവിൻ്റെ മക്റിനെ തൊട്ട് നിർഭയരാകൽ. അള്ളാഹുവിൻ്റെ മക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ശിക്ഷയാണ്. അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിർഭയനാകുക, അതും വൻ പാപങ്ങളിൽ വൻപാപമാണ്. എന്താ ഇതിൻ്റെ പ്രശ്നം? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ റൗഹിൽ ആശ്വാസത്തിൽ ഇച്ഛാഭംഗപ്പെട്ടാൽ എന്താ സംഭവിക്കുക? എന്താ വിട്ട് അയാൾ ഖവാരിജിയിൽപ്പെട്ടവനാകും. ഖാരിജി. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിർഭയനായാൽ അയാൾ മുർജിയാകും. എന്താ ഖാരിജി? എന്താണ് മുർജി? ഖവാരിജ് എന്താ? ഖവാരിജികൾ ഉണ്ടല്ലോ, അവർക്ക് സംഭവിച്ച ഇതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അവർ നിരാശപ്പെട്ടു, അള്ളാഹു നൽകുന്ന ആശ്വാസത്തിൽ അവർ ഇച്ഛാഭംഗപ്പെട്ടു, അല്ലേ? ഒരാൾ ഒരു വൻപാപം ചെയ്താൽ എന്താ ഖവാരിജികൾ പറയുന്നത്? അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, നരകത്തിൽ നിത്യവാസിയായി എന്നാണ്. അത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ വൻപാപം ചെയ്തവനെ അള്ളാഹു കബൂലാക്കൂലേ? അവൻ തൗബ ചെയ്യാൻ അള്ളാഹു സ്വീകരിക്കൂലേ? അള്ളാഹിൻ്റെ റഹ്മത്തിന് മുമ്പിൽ അവൻ്റെ പാപം പൊറുക്കപ്പെടൂലേ? പൊറുക്കപ്പെട്ടേക്കാം. പക്ഷേ ഖവാരിജികൾ ഉണ്ടല്ലോ, ഇതിൽ പഴിച്ചു. അവർ പറഞ്ഞത് വൻപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് പ്രതീക്ഷയ്ക്ക് വകുപ്പിൽ, അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തന്നെ പുറത്തുപോയി, അവൻ പരലോകത്ത് എന്താണ്? നിത്യ ശിക്ഷക്ക്, നരക ശിക്ഷക്ക് അർഹനായി എന്നുള്ളതാണ്. അത് പറയാൻ കാരണം എന്താ? കാരണം ഇതാണ്, അൽ ഖനൂത്തു മിർ റഹ്മത്തില്ല വൽ യഅ്സു മിർ റൗഹില്ല. ഖവാരിജികൾ അതുകൊണ്ട് തന്നെ വൻപാപം ചെയ്തവരൊക്കെ ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്താണെന്നാണ് അവരുടെ ഹുക്മ്. മുഅ്തസിലിയാക്കൾ, ഖവാരിജികൾ. അതുകൊണ്ടാണ് 2 മയ്യത്തിനെ കൊണ്ടുവന്നിട്ട് പള്ളിക്കൊക്കെ കിടത്തി. ഇമാം അബൂ ഹനീഫനോട് പറഞ്ഞില്ലേ, പിന്നെ ഒന്ന് വ്യഭിചരിച്ച ആളാണ്, ഒന്ന് പിന്നെ മദ്യപിച്ച ആളാണ്, രണ്ടാളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ മുസ്ലിമാണോ വേണ്ടേ, നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ളതാണ്, അല്ലേ? അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കാഫിറിനെ കാഫിറാക്കിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അബൂ ഹനീഫിനെ കൈകാര്യം ചെയ്യും. പക്ഷേ ഇമാം അബൂ ഹനീഫ നല്ല ഹിക്മത്തിലാണ് അതിനോട് പ്രതികരിച്ചത്. ഇവരെക്കാൾ, ഇതൊന്ന് മദ്യപാനിയാണെന്ന് വ്യഭിചരിച്ച ആളാണ്, ഇവരെക്കാൾ പാപം ചെയ്ത ആളുകൾ, അവരുടെ വിഷയത്തിൽ എന്നേക്കാൾ ഉത്തമമായവർ പറഞ്ഞത് എന്താ? അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? നസാറാക്കളുടെ വിഷയത്തിൽ പറഞ്ഞത്, ഇൻ തുഅദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹക്കീം എന്നല്ലേ പറഞ്ഞു. വിഗ്രഹാരാധകരുടെ വിഷയത്തിൽ, ട്രിനിറ്റി വാദം ഉന്നയിച്ച മസീഹ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞ ആളുകളുടെ വിഷയത്തിലാണ് ഈസാ നബി പറഞ്ഞത്. അതേപോലെ തന്നെ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹാരാധകരുടെ വിഷയത്തിൽ എന്താ പറഞ്ഞത്? ഇൻ തഗ്ഫിർ ലഹും ഫഇന്നക ഗഫൂറുർ റഹീം എന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവർ 2 മയ്യത്ത് കൊണ്ടെന്ന് വെച്ചിട്ടാണ്, ഒന്ന് മദ്യപാനിയുടേതാണ്, ഒന്ന് വ്യഭിചരിച്ചവൻ്റേതാണ്. മുസ്ലിമാണോ, നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ളതാണ്. നിസ്കരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിമാണ് എന്നാണ്. ഇവരുടെ ഈ കൊണ്ടുവന്ന് വെച്ച പോലെ വിശ്വാസം എന്താ? ഇത് രണ്ടും കാഫിറാണ് എന്നാണ്. അപ്പോൾ അബൂ ഹനീഫ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവർ കാഫിറിനെ കാഫിറായി കണ്ടിട്ടുണ്ടെങ്കിൽ അത് വൻപാപാണ്. പക്ഷേ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവർ ചോദിക്കണതാണ്, നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നല്ല ചോദിക്കണത്. പിന്നെ ഇതൊന്ന് ഇതാണ്, എന്താണ് നിങ്ങളുടെ തീരുമാനം എന്നാണ്. അപ്പോൾ പറയാണ്, ഇവരെക്കാൾ പഴിച്ചവരെ കുറിച്ച് എന്നേക്കാൾ ഉത്തമർ പറഞ്ഞതെന്തോ അതാണ് എനിക്ക് പറയാനുള്ളതെന്നാണ് പറഞ്ഞത്. അതെ, അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം രക്ഷപ്പെട്ട്. ഖവാരിജികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വിഭാഗം, അവർക്ക് പറ്റിയ ഇതാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടു എന്നുള്ളതാണ്. പടച്ച റബ്ബ് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു ഇന്ന അല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, ശിർക്കേ അള്ളാഹു പൊറുക്കാത്തുള്ളൂ പ്രത്യേകം തൗബ ചെയ്തിട്ടില്ലെങ്കിൽ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കിന് താഴെയുള്ള എല്ലാ പാപങ്ങളും, അത് വൻപാപമായാലും അള്ളാഹു പുറത്തേക്കും. മനസ്സിലായില്ലേ? അതാണ്. പക്ഷേ ഖവാരിജികൾ ആ ഒരു ആദർശം അവർക്കില്ല. കാരണം അവർ പറ്റിയ രോഗതാണ്, അള്ളാഹിൻ്റെ റഹ്മത്തിൽ അവർ നിരാശരായി എന്നുള്ളത്. മുർജിയാക്കൾ നേരെ ഉൾട്ട. മുർജിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമല്ല.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വിഷയമല്ല. അവർക്ക് ശിക്ഷനെ കുറിച്ച് പേടിയില്ല. അതാണ് അൽ അംനു മിൻ മക്രില്ല, അള്ളാഹിൻ്റെ ശിക്ഷയിൽ അവർ നിർഭയരാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടൂലേ? ഇവിടുന്ന് ശിക്ഷ കിട്ടുന്ന കേസുകളുണ്ട്, ശിക്ഷാ കോടതി ഉണ്ടെങ്കിൽ മരണാനന്തര ശിക്ഷ കിട്ടുന്ന കേസുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കർമ്മങ്ങൾ നന്നായിട്ടില്ല എങ്കിൽ, തെറ്റുകളിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല എങ്കിൽ ഒരാൾ രക്ഷപ്പെടുന്നില്ല. വ്യഭിചരിച്ചവർ ശിക്ഷിക്കപ്പെടുന്ന, മദ്യപിച്ചവർ ശിക്ഷിക്കപ്പെടുന്ന വിഷയങ്ങളില്ലേ? അത് ഖബറിലുണ്ട്, ആഖിറത്തിലുണ്ട്. പക്ഷേ മുർജിയാക്കൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനം. അൽ അംനു മിൻ മക്രില്ല, അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെന്ത് ചെയ്തു? അവർ തീർത്തും നിർഭയരായി, ശിക്ഷയിൽ നിർഭയരായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനും ലൈസൻസായി എന്നുള്ളതാണ് അവരുടെ വെപ്പ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി നിങ്ങൾ പറഞ്ഞത് അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും കൊടിയത് 4 ഒന്ന് അൽ ഇശ്റാഖു ബില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കൽ. രണ്ടാമത്തേത് അൽ ഖനൂത്ത് മിർ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ ഇച്ഛാഭംഗപ്പെടൽ. മൂന്നാമത്തേത് അൽ യഅ്സു മിർ റൗഹില്ല, അള്ളാഹു നൽകുന്ന ആശ്വാസത്തിൽ നിരാശപ്പെടൽ. പിന്നെ 4-മത്തേത് അൽ അംനു മിൻ മക്രില്ല, അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിർഭയനാകൽ. ഇവിടെ പിന്നെ സൂറത്തുൽ ഹിജ്റിൽ അള്ളാഹ് പറഞ്ഞ എന്താ? ഈ വിഷയം പറഞ്ഞില്ലേ, ഫലാ തകൂനന്ന മിനൽ ഖാനിതീൻ എന്ന് പറഞ്ഞേ സൂറത്ത് ഹിജ്റിൽ. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം വനബ്ബിഉഹും അൻ ളൈഫി ഇബ്രാഹിം ഇദ് ദഖലു അലൈഹി ഫഖാലു സലാമ ഖാല ഇന്നി മിൻകും വജ്നു ഖാലു ലാ തൗജൽ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം ഖാല അബശ്ശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബർ ഫബിമ തുബശ്ശിറൂൻ ഖാലു ബശ്ശർനാക ബിൽ ഹഖ് ഫലാ തകുൻ മിനൽ ഖാനിതീൻ ഖാല വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലൽ ഖൗമുദ് ളാല്ലൂൻ ഖാല ഫമാ ഖതബുകും അയ്യുൽ. അതായത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സുവിശേഷവുമായി മലക്കുകൾ വന്നപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അബശ്ശർതുമൂനി അലാ മസ്സനിയൽ കിബർ, ഈ വാർദ്ധക്യത്തിൽ കുഞ്ഞുണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. ഫബിമ തുബശ്ശിറൂൻ എന്ന് അദ്ദേഹം പറയാണ്, എന്തൊരു കൊണ്ടുള്ള സന്തോഷ വാർത്തയാണിത് എന്ന്. അപ്പോൾ ഖാലു ബശ്ശർനാക ബിൽ ഹഖ്, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചത്. ഫലാ തകും മിനൽ ഖാനിതീൻ, നിങ്ങൾ ആരാകരുത്? ഫലാ തകും മിനൽ ഖാനിതീൻ, നിങ്ങൾ നിരാശപ്പെടുന്നവരിൽ പെട്ടുപോകരുത് പറയണം. അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നവരിൽ നിങ്ങൾ പെടരുത് എന്ന് പറയണം. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ല ളാല്ലൂൻ, വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ല ളാല്ലൂൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നവർ വഴി പിഴച്ചവരല്ലാതെ മറ്റാരാണെന്ന് പറയണം. അപ്പോൾ അതാണ് ഈ ഖനൂത്ത്, അതാണ് റഹ്മത്തിൽ നിരാശപ്പെടുക. യഅ്സ് അതാണ് റൗഹിൽ നിരാശപ്പെടുക. അംനു അള്ളാഹുവിൻ്റെ അദാബിൽ നിന്നുള്ള നിർഭയത്വം. ഇവിടെ അതാണ് വിഷയം. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ നോക്കൂ നിങ്ങൾ, ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീഹി വലാ തയഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഈ ഖവാരിജികളുടെയും മാത്രമേ വിഷയമൊന്നുമല്ല. എന്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും ആളുകൾ ആശ്രയിക്കുന്നത്? ഇപ്പോൾ പിന്നെ ജീലാനി തരീഖത്തുകാർ പിന്നെ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനിയെ, റിഫായി തരീഖത്തുകാർ അഹമ്മദ് റിഫായിയെ, ഈ തരീഖത്തിൻ്റെ ആളുകളൊക്കെ അവരുടെ ശൈഖന്മാരെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ ചില സമസ്തക്കാരുടെ കൺകണ്ട ദൈവം ആരാ? CM മടവോ, അള്ളാഹുവിൽ ആശ്രിതനാകുന്നതിനേക്കാൾ ആവേശത്തിലും താല്പര്യത്തിലാണ് ഈ CM മടവൂരിൽ ആശ്രിതരാകുന്നത് അല്ലേ? ഇതൊക്കെ പിന്നെ എന്തുകൊണ്ട് വരുന്നു? അതൊക്കെ വരുന്നത് ഈ ഒരു വിഷയമാണ് അതിലൊക്കെ ഉള്ളത്. അള്ളാഹുവിൻ നൽകുന്ന ആശ്വാസം എത്ര വലുതാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്ര വിശാല. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപാട് വിശാലമായ അള്ളാഹിൻ്റെ റഹ്മത്തിലാണ് ഈ ആളുകൾ നിരാശപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഓരോന്നിൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ നോക്കി നിങ്ങൾ, വലാ തയഅസു മിർ റൗഹില്ലാ ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അതിൻ്റെ തുടർച്ചയിൽ പറയണം, ഫലമ്മാ ദഖലു അലൈഹി, ഫലമ്മ ദഖലു അവർ പ്രവേശിച്ചപ്പോൾ, ഫലമ്മ
ഈ ലമ്മ ഫലമ്മ സൂറത്ത് യൂസഫിൽ വലമ്മ പ്രയോഗിച്ചിട്ടുണ്ട് അല്ലേ, ഫലമ്മയും പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് യൂസഫിൻ്റെ തഫ്സീർ വായിക്കുമ്പോണ്ടല്ലോ എയിലൊക്കെ വായിച്ചു പോകുക എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനത്തെ ചർച്ചകളും അങ്ങനത്തെ വിഷയങ്ങളാണ്. അതിലൊരു വിഷയം അത് ഈ വലമ്മയും ഫലമ്മയും എത്ര പ്രാവശ്യമുണ്ട് സൂറത്ത് യൂസഫിൽ നമുക്ക് വന്ന്? പല പ്രാവശ്യം വന്നു. വലമ്മയും ഫലമ്മയും മൊത്തം 19 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ വലമ്മ എന്നുള്ളത് 6 പ്രാവശ്യം, ഫലമ്മ എന്നുള്ളത് ബാക്കി 13 പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട്. അത് വലമ്മ എന്ന് എന്തുകൊണ്ട് പ്രയോഗിച്ചു, ഫലമ്മ എന്ന് എന്തുകൊണ്ട് പ്രയോഗിച്ചു, അതിൽ പിന്നെ ഭയങ്കര ചർച്ചയാണ്. വലമ്മ എന്നുള്ളത് കേവലം ഒരു അത്തഫിന് വേണ്ടിയാണ്, ജമ്മിന് വേണ്ടിയാണ്. എന്നാൽ ഫലമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ വന്നിട്ട് പിന്നെ ലമ്മ പ്രയോഗിച്ചെടുത്ത് ഉണ്ടല്ലോ, ഈ ഇടയിൽ കാലതാമസം ഉണ്ടാവില്ല. ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് ഈ വസിയ്യത്ത് ഓതിയിട്ട് അവരെ വിട്ടില്ലേ, ഉടനെ ഇതുണ്ടായിട്ടുണ്ടാവും. ഫലമ്മ പ്രയോഗിച്ചു കൊടുത്തൊക്കെ അങ്ങനെയാണ്. അതേസമയം വലമ്മ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് വന്നിട്ടുള്ളത്. നീ വലമ്മ ഫലമ്മ. അതേപോലെ പിന്നെ അല്ലേ ഫലമ്മ ദഖലു അലൈഹി, ദഖലു എന്ന് പറഞ്ഞാൽ അവർ പ്രവേശിച്ചു. ആര് പ്രവേശിച്ചു? ഈ സഹോദരങ്ങൾ പ്രവേശിച്ചു. എവിടേക്ക്? അലൈഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക്. ദഖലു അലൈഹി ഉണ്ടോ? ഇവിടെ ഈ പ്രവേശിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്താ? ഖാലു യാ അയ്യുഹൽ അസീസു മസ്സനാ വഅഹ്ലനാ അദ്ദുറു വജിഇനാ ബിബിദാഅത്തിൻ മുസ്ജാത്ത് ഫഔഫി ലനൽ കൈൽ വതസദ്ദഖ അലൈനാ. ഇവർ എന്തിനാ വന്നത്? എന്തിനാ ഈ ദുഖൂല്? ഭക്ഷണത്തിനല്ലേ, മീറത്ത്. ഭക്ഷണം അവരുടെ ചരക്കുകൾ ഇവിടെ കൊടുത്തിട്ട് ബാക്കി അതിന് പകരം ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോകാനാണ്. ഇത് എത്രാമത്തെ പ്രവേശന സഹോദരങ്ങളുടെ? 3ാമത്തെ. ആദ്യ തവണ വന്നു, അത് സാധാരണ വരവ്, 10 പേര് വന്ന് ഒരു ഭക്ഷണം വാങ്ങിപ്പോയി. പിന്നെ ബിന്യാമീനായിട്ട് വന്നു ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് 3ാമത്തെ. ഈ 3 ദുഖൂലേ അവർക്കുള്ളൂ. ഭക്ഷണം വാങ്ങാൻ ഈജിപ്തിലേക്ക് അവരെത്ര തവണയാണ് വന്നത്? 3. നമ്മൾ പിന്നെ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അസുലാസിയാത്ത് ഫി സൂറത്ത് യൂസുഫിൽ ഈ സുലാസിയാത്ത് 3മായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇനി അന്ന് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ് ജീവികളെ സൂറത്ത് യൂസുഫിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ജീവി? ഒന്ന് ദിബ്, പിന്നൊന്ന് തൈർ, പിന്നൊന്ന് ബഖറാത്ത്, പശുക്കൾ. അത് 3 അല്ലേ? ഈ 3ഉം എന്തുമായി ബന്ധപ്പെട്ട പറഞ്ഞ്? യഅ്കുലുഹു ദിബു അകലഹു ദിബു അല്ലേ, തീറ്റയാണ്. പക്ഷിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? തഅ്കുലു തൈറു മിൻഹു, പക്ഷി തലയിൽ നിന്ന് തിന്നുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. പശുവിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? യഅ്കുലുഹുന്ന സബ്ഉൻ ഇജാഫ്, കൊഴുത്ത പശുക്കളെ, മെലിഞ്ഞ പശുക്കൾ തിന്നുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 മൃഗങ്ങളെ പറഞ്ഞു, 3 മൃഗങ്ങളെ പറഞ്ഞു. 3 മൃഗങ്ങളെയും 3 തീറ്റയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. മനസ്സിലായോ? അതിൽ ദീബ് ചെന്നായ, അതിന് 3 തവണയാണ് പറഞ്ഞത്. പിന്നെ ചെന്നായ തിന്നുമോ എന്ന് ഞാൻ ഭയക്കുന്നു അല്ലേ, ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്നായ തിന്നു എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ പിന്നെ 3 തവണ ചെന്നായ തിന്ന വിഷയം പറഞ്ഞു. അതേപോലെ തന്നെ യൂസുഫിൻ്റെ ഖമീസ് അല്ലേ 3 തവണ പറഞ്ഞു. ഒന്ന് എന്തായിട്ട്? ഷാഹിദായിട്ട്, പിന്നൊന്ന് ദലീലായിട്ട്, പിന്നൊന്ന് ഷിഫ ആയിട്ട്. കഴിഞ്ഞ് വരുന്ന 3. പിന്നെ റുയ പറഞ്ഞ സ്വപ്നങ്ങൾ. ആരുടെ സ്വപ്നം പറഞ്ഞ്? ഒന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്വപ്നം, 2 ബൈസിജിൻ അവർ കണ്ട സ്വപ്നം, പിന്നെ രാജാവ് കണ്ട സ്വപ്നം, അത് 3. ഇങ്ങനെ അത് വേറെയും വിഷയങ്ങളുണ്ട്. സുജൂദ് ചെയ്തവർ 3 അതിൻ്റെ വിഷയം പറഞ്ഞ്. പിന്നെ നഷ്ടപ്പെട്ടവർ യൂസുഫ് ബിന്യാമീൻ കബീർ 3. ഇങ്ങനെ സൂറത്ത് യൂസുഫിൽ ഈ 3ൻ്റെ പ്രയോഗങ്ങൾ 3 വന്ന വിഷയം ഉണ്ടല്ലോ. അതിൽ ഒന്നാണ് ഇപ്പോൾ ഇത്. മീറത്ത് അന്വേഷിച്ച്, ഭക്ഷണം അന്വേഷിച്ച് യൂസുഫിൻ്റെ സഹോദരങ്ങൾ ഈജിപ്തിൽ പ്രവേശിച്ചത് 3 തവണയാണ്. അവർ മൊത്തം പ്രവേശിച്ചല്ല, ഭക്ഷണം അന്വേഷിച്ചുള്ള പ്രവേശനം. ഇങ്ങനെ സൂറത്ത് യൂസുഫിലെ ഓരോ പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ അതിലെ ഓരോ വിഷയങ്ങൾ പ്രത്യേകം എടുത്ത് പല ചർച്ചകളും
വളരെ കൗതുകപൂർവ്വം വായിക്കാൻ പറ്റും. തഫ്സീറുകളിലുണ്ട്. അതേപോലെ തന്നെ ഈ സൂറത്ത് യൂസുഫിനെ പുരസ്കരിച്ച് എഴുതിയ പ്രത്യേകം കിതാബുകളുണ്ട്. ആയാത്തുൽ ലിസായിലീൻ, യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, ഇങ്ങനെ പിന്നെ തുടങ്ങി കുറേ സ്വതന്ത്ര രചനകൾ. ഫലമ്മ ദഖലു അലൈഹി, ആ സഹോദരങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് പ്രവേശിച്ചപ്പോൾ ഖാലു, അവർ പറഞ്ഞു, യാ അയ്യുഹൽ അസീസു മസ്സന വ അഹ്ലന ദുർ വജിഅ്നാ ബിബിദാഅത്തിൻ മുസ്ജാത്തിൻ ഫഔഫി ലനൽ കൈൽ വതസദ്ദഖ് അലൈനാ. എന്താ യാ അയ്യുഹൽ അസീസ്, അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ യൂസുഫ് ആരായി മാറിയിട്ടുണ്ട്? മിസ്റിൻ്റെ അസീസായി മാറിയിട്ടുണ്ട്. മിസ്റിൽ കടന്നത് അടിമയായിട്ടാണ്. വളരെ തുച്ഛമായ വിലക്ക് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന ഒരു അടിമയായിട്ടാണ് കടന്നത്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് യൂസുഫിൽ അതിൻ്റെ അസീസായി മാറി. അതുകൊണ്ടാണ് അവർ യാ അയ്യുഹൽ അസീസ് എന്ന് വിളിക്കുന്നത്. എന്താ അവർ പറയുന്നത്? മസ്സന വ അഹ്ലന ദുർ. കണ്ടോ, പിന്നെ 2 തവണ യൂസുഫിൻ്റെ സഹോദരങ്ങൾ യൂസുഫിന് നേരെ കൈ നീട്ടി. അത് ഇതിൽ വേറൊരു പഠന. ആദ്യത്തെ കൈ നീട്ടൽ എന്തിനാ? യൂസുഫിനെ കൊണ്ടുപോയിട്ട് കിണറ്റിൻ്റെ അഴിയിലേക്ക് എറിയാനാണ് അന്ന് കൈ നീട്ടിയത്. ഇപ്പം കൈ നീട്ടുകയാണ്. അന്ന് ഇവർ മർദ്ദകരായിട്ട് കൈ നീട്ടി. ഇപ്പം ഇവർ കൈ നീട്ടുന്നത് ഇവർ പിന്നെ യാചിക്കുന്നവരായിട്ടാണ് കൈ നീട്ടുന്നത്. അതിലുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി നിങ്ങൾ, ഒരു കാലത്ത് അവർ അക്രമികൾ, അഹങ്കാരികൾ, ഔദത്യം നടിക്കുന്നവർ. പക്ഷെ അവരെ കാലം കണക്ക് തീർത്തപ്പോൾ എന്താ ചെയ്തത്? അവർ യാചിക്കുന്നവരായി കൈനീട്ടി വന്നു എന്നുള്ളതാണ്. അതിലൊക്കെ വലിയ പാഠങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇവിടെ യാ അയ്യുഹൽ അസീസ് മസ്സന വ അഹ്ലന ദുർ. എന്താ മസ്സന? ഞങ്ങൾക്ക് ബാധിച്ചു. വ അഹ്ലന ഞങ്ങളുടെ അഹ്ലിനും ബാധിച്ചു. എന്ത് ബാധിച്ചു? അദ്ദുറു, ദുർ. അവിടെ ദുർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പല അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് രോഗം, അതേപോലെ തന്നെ വിശപ്പ്, അതേപോലെ തന്നെ ഫഖർ, ദാരിദ്ര്യാവസ്ഥ, അതേപോലെ തന്നെ ഹുസാൽ. ഹുസാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റ അവർ ശോഷിച്ചു പോയി, മെലിഞ്ഞു പോയി. കാരണം എന്താ? നാട്ടിലോ ഭക്ഷണം പരിമിതം. പിന്നെ കനാൻ ദേശത്ത് നിന്ന്, ഷാമിൽ നിന്ന് വരെ എടുക്ക വരണ്ടേ? ഭക്ഷണം അന്വേഷിച്ച് വരുന്നത് മിസ്റിലേക്കാണ്. അപ്പോൾ ആ യാത്ര ദുർഘടം, പരിമിതമായ ഭക്ഷണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ദുർറ് ബാധിച്ചു എന്നാണ്. ദുർറ്, ഞങ്ങൾ ശോഷിച്ചു, മെലിഞ്ഞു, ഞങ്ങൾക്ക് രോഗമേറ്റു, വിശപ്പേറ്റു, ദാരിദ്ര്യം ഞങ്ങൾക്ക് ഏറ്റു. അതാണ് ഈ ദുർറ് കൊണ്ട് ഉദ്ദേശം. അവർ നോക്കി, നിങ്ങൾ മസ്സന ദുർ എന്നല്ല പറഞ്ഞത്, പിന്നെ മസ്സന വ അഹ്ലന ദുർ എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? അത് പിന്നെ ഇവിടുന്ന് ഈ അസീസിൻ്റെ പരിഗണന കിട്ടാൻ പ്രയോഗം, അതിൻ്റെ പ്രയോഗമാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഈ കാണുന്ന മനുഷ്യക്കോലങ്ങൾ മാത്രമല്ല, പിന്നെയോ ഞങ്ങളുടെ കുടുംബം അവിടെ ഉണ്ട്, ആ കുടുംബത്തിനും ബാധിച്ചിരിക്കുന്നു എന്ന് പറയാണ്. വജിഇനാ ബിബിദാഅത്തിൻ മുസ്ജാത്തിൻ ഫഔഫി ലനൽ കൈൽ എന്നാണ്. വജിഇന, എന്താ വജിഇന? ജീന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നു. ജിഇന ബി, ഞങ്ങൾ കൊണ്ടുവന്നു. ജീന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നു. വജിഇന ബി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്നത്? ബിദാഅത്തിൻ മുസ്ജാത്തിൻ. എന്താ ബിദാഅത്തുൻ മുസ്ജാത്ത്? ബിദാഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നതല്ലേ, ചരക്കുകൾ, കുറച്ച് സാധനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. ബിദാഅത്ത് നമുക്ക് പല പ്രാവശ്യം വന്ന. മുസ്ജാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖലീല, എന്താ ഖലീല? കുറച്ച്. റദീഅ, എന്താ റദീഅ? മോശമായത്. പിന്നെ കാസിദ എന്ന് പറഞ്ഞാൽ തഖ്ശൗന കസാദഹ എന്നല്ലേ. കസാദ് നഷ്ടം തരുന്നത്. അൻത ലസ്ത ഇൻദല്ലാഹി കാസിദൻ ബൽ അൻത ഇൻദല്ലാഹി ഗാലിൻ എന്ന് പറയുന്നത് കാസിദ്. മുസ്ജാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വജിഇന ബിബിദാഅത്തിൻ മുസ്ജാത്തിൻ, ഞങ്ങൾ മുസ്ജാത്തായ ചരക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ്. നമ്മൾ പറഞ്ഞ് ഈ ഈജിപ്തിൽ ഇടപാട് നടക്കുന്നത് എങ്ങനെ? ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്ന എന്താ? ഭക്ഷണം.
മീറത്ത് അല്ലേ, ഭക്ഷണം. അത് കൊള്ളാം, പൈസ അല്ലേ കൊടുക്കണത്, പിന്നെയോ എന്താ കൊടുക്കണത്? ചരക്കുകളുടെ കൈമാറ്റാണ്. ഇവരുടെ അടുത്തുള്ള ചരക്കുകൾ എന്ത് ചെയ്യുന്നു, ഇവർ അങ്ങോട്ട് കൊടുക്കുന്നു, എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യുന്നു, ഭക്ഷണം വാങ്ങുന്നു, പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങും. അതേപോലെ തന്നെ സാധനങ്ങളുടെ കൈമാറ്റമുണ്ട്. ഇവിടെ ഇവർ ചെരുപ്പ്, തോല്, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് കനാനിൽ നിന്ന് കൊണ്ടുവരുന്നത്, യൂസുഫിൻ്റെ സഹോദരങ്ങൾ. എന്നിട്ട് അത് ഈജിപ്തിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് പകരം എന്താ വാങ്ങുന്നത്? അവർ ഭക്ഷണം വാങ്ങാൻ. അതാണ് ചരക്കുകളുടെ കൈമാറ്റാണ്. പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങുകയല്ല. പൈസക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്? ഇതാണ് വിനായത്താണ്. ഇവർക്ക് ത്വാമാണ് വേണ്ടത്, ഭക്ഷണമാണ് വേണ്ടത്. അതിന് പകരം കനാനിൽ ഇവരുണ്ടാക്കുന്ന തോല് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയാണ്, ചെരുപ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾ. ഇവർ രണ്ട് പ്രാവശ്യം വന്ന് അപ്പോൾ ഉള്ളതൊക്കെ അവർ കൊണ്ടുവന്നാണ്. ഇനി മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഇവരെത്തെന്തില്ല, ഇങ്ങനെ സാധനങ്ങളില്ല, മുന്തിയതൊന്നുമില്ല. നമ്മൾ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ ഈ എന്താ പറയുക, തൃക്കളാമ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആരും വാങ്ങുമോ? പിന്നെ ഇവർ മാത്രമല്ലല്ലോ വല്ല സബൂൻ, ഈജിപ്തിൻ്റെ മിസറിൻ്റെ പരിസര ദേശത്തു നിന്നൊക്കെ ആളുകൾ വരുന്നില്ലേ? അപ്പോൾ എല്ലാവരും നല്ലത് കൊണ്ടുവന്നിട്ട് ഇവർ മോശം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവരെ പരിഗണിക്കൂല, പോകാൻ പറയില്ലേ? ഈ മുസ്ജാത്ത് എന്നുള്ള പ്രയോഗം തന്നെ യുസ്ജി സഹാബൻ എന്നറില്ലേ, കാർമേഘത്തെ നയിക്കുന്നു, തുളിക്കുന്നു എന്നറില്ലേ? നമ്മൾ ഇവർ കൊണ്ടുവന്ന ചരക്കുണ്ടല്ലോ, അത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ കൊടുത്തിയിലേറെ സ്പീഡിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുന്ന ചരക്കാണ്. അത്രയും മോശമാണ്. അതുകൊണ്ടാണ് ഈ മുസ്ജാത്ത് പ്രയോഗിച്ചത്. നമ്മൾ ഇപ്പോൾ വളരെ ബക്കാലി ചെന്നിട്ട് നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ബക്കാലിയിൽ നിന്ന് ഒരു ലെബന് വാങ്ങുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായിയൊക്കെ വാങ്ങുകയാണെങ്കിൽ എളുപ്പം ഇടപാട് നടക്കും. നമ്മൾ റിയാൽ ഇട്ട് കൊടുക്കും, സാധനം അവർ തരും, എളുപ്പം നടക്കും. അതേസമയം നമ്മളൊരു കാറ് വാങ്ങാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബക്കാലിയിൽ നിന്ന് ഇത് വാങ്ങുന്ന പോലെ കിട്ടുക. അതാണ് ഇത് ചെറിയ സംഖ്യയുടെ ഇടപാടാണ്. എത്ര സംഖ്യ കുറയുന്നു അതിനനുസരിച്ച് ഇടപാടിന് എളുപ്പം കൂടും. റിയാലേ എളുപ്പത്തിൽ കച്ചവടം നടക്കും. അതൊരു 50 ആകുമ്പോൾ അതിനനുസരിച്ച് അതൊന്ന് എണ്ണാനും നോക്കാനും സാധനങ്ങളും തിട്ടപ്പെടുത്താനും ഒക്കെ ടൈം എടുക്കും. ഇനി വലിയ ഇടപാടൊക്കെ ആകുമ്പോൾ കുറേ ടൈം എടുക്കും. ഇവിടെ ഇതാണ് ഈ മുസ്ജാത്ത് എന്ന് പ്രയോഗിക്കാൻ തന്നെ കാരണം, അത്രയും ചീപ്പാണ്. അതുകൊണ്ട് എളുപ്പം ഇത് അങ്ങോട്ട് കൊടുക്കാനും പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇത് കൊണ്ടുപോയിക്ക് അവിടുന്ന് എൻ്റെ ചെരുപ്പ് കാരണം കണ്ട് ഇങ്ങോട്ട് തിരിച്ചറിയാനും എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ മുസ്ജാത്ത് തന്നെ പ്രയോഗിച്ചതെന്നാണ് തഫ്സീറുകളിൽ പറയുന്നത്. ഏതായാലും ഇവർ കൊണ്ടുവന്ന ചരക്ക് മുസ്ജാത്തായിരുന്നു. എന്താ മുസ്ജാത്ത് എന്ന് പറഞ്ഞാൽ? ഖലീലത്തുൻ, കുറച്ചുള്ളൂ. അവിടുന്ന് ഭക്ഷണം ഇങ്ങോട്ട് വാങ്ങാൻ മാത്രം ഇതില്ല. പിന്നെ റദിയത്തുൻ, റദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് മോശമാണ്, കുറച്ചുമാണ്, മോശമാണ്. ഹദീസിൽ പറഞ്ഞില്ലേ, ഹഷ്ഫുൻ വസൂക്കീല. എന്താ ഹഷ്ഫുൻ വസൂക്കീല? സാധനവും മോശം, അളവും കുറവ്. സാധനം മോശം, തൂക്കം കുറവ് വരില്ലേ? അതേപോലെ ഇത് സാധനം കുറവ്, പിന്നെ റദിയത്താണ്. പിന്നെ കാസിദത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടം സമ്മാനിക്കുന്നത്. ഇതുകൊണ്ട് ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ നഷ്ടമേ ഉണ്ടാവുള്ളൂ. അതാണ് കാസിദ്. തഖ്ശൗന കസാദഹ വ മസാക്കിന തർദൗനഹ എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ നഷ്ടം ഭയക്കുന്ന കച്ചവടം എന്നല്ലേ. ഒരിക്കൽ മാർക്കറ്റിൽ സാഹിർ എന്ന് പറയുന്ന സഹാബി, സാഹിർ, അദ്ദേഹം മാർക്കറ്റിൽ കച്ചവടം ചെയ്യാണ്. അദ്ദേഹം തൊലിപ്പുറം കറുത്ത ഒരു വ്യക്തിയാണ്, പറ്റ കറുത്തൊരു മനുഷ്യനായിട്ടോ. തൊലിപ്പുറം കേട്ടോ, കൽബല്ല. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. കറുത്ത മനുഷ്യന്, കറുത്ത സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ തൊലിപ്പുറം ചിലപ്പോൾ ചിലരുടെ ഇരുണ്ടിരിക്കും, കറുത്തിരിക്കും. അൽഹംദുലില്ലാ. അപ്പോൾ അദ്ദേഹം മാർക്കറ്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഒന്ന് ആശ്ലേഷിക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം ഘോഷിക്കാനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നാലെ ചെന്നിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് പിടിച്ചതാണ്, കെട്ടിപ്പിടിച്ച് അമർത്തി പിടിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല ഇത് കെട്ടിപ്പിടിച്ച ആളാരാണെന്ന്. അദ്ദേഹം കച്ചവടം ചെയ്യേണ്ട തിരക്കിലാണ്. പൊരുത്താൾ വന്ന് ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിക്കണം. അദ്ദേഹം കുടഞ്ഞിട്ട് പറയാൻ, ആരാണ് എന്നെ വിടിയെന്ന് പറയുന്നത്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവർ അഴിഞ്ഞ് നിന്ന് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ അടിമയെ എന്നിൽ നിന്ന് ആര് വാങ്ങും ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അടിമനെ ആര് വാങ്ങും എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് വന്ന്, അപ്പോൾ പിന്നെ അദ്ദേഹം പറയാണ്, ഇതൻ
തറൗനനി കാസിദൻ, നിങ്ങൾ എന്നെ വിൽക്കുകയാണെങ്കിൽ തറൗനനി കാസിദൻ. എന്താ കാസിദൻ? ഒരിക്കലും ലാഭം കിട്ടൂല, നഷ്ടക്കച്ചവടമായിരിക്കും എന്ന് പറയാണ് അദ്ദേഹം. ആര്? ഈ സാഹിർ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ സാഹിർ അൻത ഇൻദല്ലാഹി ഗാലിൻ അൻത ഇൻദല്ലാഹി ലൈസ ബികാസിദ്. അങ്ങ് അള്ളാഹിൻ്റെ അടുക്കൽ ഗാലിൻ. ഗാലിൻ എന്ന് പറഞ്ഞാൽ എന്താ? വില കൂടിയ സ്വത്താണ്. അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങൾ ഒരിക്കലും എന്തല്ല, കാസിദല്ല എന്ന് പറയണം. കാസിദ് എന്ന് പറഞ്ഞാൽ നഷ്ടം ഭയക്കുന്ന ചരക്കല്ല എന്ന് പറഞ്ഞു എന്നാണ്. അത് പറയാനും റസൂലുള്ളാഹി അദ്ദേഹത്തെ ഒന്ന് ഓമനിച്ച് അണച്ചു തൻ്റെ മേനിയിൽ കൂട്ടാനുമാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തെ പിടിച്ചത് എന്നുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും അവിടെ ഈ മുസ്ജാത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അവർ പറയാണ് വജീന ബിബിദാത്തിൻ, അസീസിനോട് പറയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് ചരക്ക് എങ്ങനെയുള്ളതാണ്? മുസ്ജാത്താണ്. ഇത് നിങ്ങൾ തരുന്ന ഭക്ഷണത്തിന് തൂക്കൊക്കൂല, കുറവാണ്. പിന്നെ അതിന് ഈ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒന്നുമില്ല. പിന്നെന്തുമില്ല, പിന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാന്നുള്ള ഇതും വേണ്ട. കാരണം എന്താണ്? ഇത് ആ നിലക്കുള്ളതാണ്, മുസ്ജാത്താണ് എന്ന് പറയണം. വജീന ബിബിദാത്തിൻ മുസ്ജാത്തിൻ. എന്നിട്ട് അവർ പറയുന്നത് എന്താ നോക്കി, ഔഫിലനൽ ഖൈൽ. അതിനാൽ ഔഫിലന, നിങ്ങൾ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണം, പൂർണ്ണ അളവിൽ തരണം. ഔഫിലന എന്ത്? അൽ ഖൈൽ. ഖൈൽ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിൻ്റെ അളവ്. ഞങ്ങൾക്ക് ഭക്ഷണം തരുമ്പോൾ അതിൻ്റെ അളവ് ഔഫിലന, ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് തരണം, പൂർത്തീകരിച്ച് തരണം. വതസദ്ദഖ അലൈന. എന്താ വതസദ്ദഖ അലൈന? സദഖയും തരണം. തസദ്ദഖ ഇവിടെയും തസദ്ദഖ എന്നാണ്. തസദ്ദഖ എന്നുള്ളതിൻ്റെ അസിൽ എന്താണ്? തസദ്ദഖ അലൈന എന്നാണ്. പക്ഷെ അവിടെയും എന്ത് ചെയ്തു? തഖ്ഫീഫിന് വേണ്ടി കളഞ്ഞു. തസദ്ദഖ അലൈന, ഞങ്ങൾക്ക് അങ്ങ് സദഖയും തരണം. എന്താണ് അവരുടെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? ഈ യൂസുഫിനെ വിഷയത്തിലാണ് പറഞ്ഞത്, നുറാവിദു അൻഹു അബാഹു. വാപ്പാനെ പറ്റി പറഞ്ഞ് നമുക്ക് പിടിച്ചുകൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആളുകളാണിത്. ഈ യൂസുഫിനെ വാപ്പാനോട് എങ്ങനെയെങ്കിലും ചതിപ്രയോഗത്തിലൂടെ കുതന്ത്രത്തിലൂടെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ഇവർ മീറ്റിംഗ് കൂടിയിട്ട് പിന്നെയാണ് കണ്ടിട്ട് കൊണ്ടുപോയിട്ട്. ഏതായാലും ആ ആളുകളാണിപ്പോൾ ഈ കെഞ്ചുന്നത്. ഫൗഫിലനൽ കൈൽ വതസദ്ദഖ അലൈന. ഇവർ ഉണ്ടല്ലോ, ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ ഇത്ര ഉറപ്പിൽ ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇതിനു മുമ്പത്തിൽ എന്താ പറഞ്ഞ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ അറിഞ്ഞില്ലേ, അന്നി ഊഫിലക്കുമുൽ കൈല വാന ഖൈറുൽ മുൻസിലീൻ, അല്ലേ? നിങ്ങൾക്ക് ഞാൻ അളവ് പൂർത്തിയാക്കി തരുന്നു, ഞാൻ ഖൈറുൽ മുൻസിലീൻ. പിന്നെ ഈ ഊഫിൽ കൈൽ, അന്നി ഊഫിൽ കൈൽ വാന ഖൈറുൽ മുൻസിലീൻ. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിന് വിഷയത്തിൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി. എന്താ? 7 കൂട്ടരെ അള്ളാഹു പ്രത്യേകം തണൽ നൽകിയിട്ട് ആദരിക്കും എന്ന് പറഞ്ഞില്ലേ മഹ്ശറിൽ. അവരാരാ? 7 കൂട്ടർ. ആ 7 കൂട്ടർക്കുള്ള വസ്ഫും യൂസുഫിൽ ഒത്തിട്ടുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നോക്കിയേ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? അസീസായി, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി, അല്ലേ? പിന്നെ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹ്ക്കുള്ള ഇബാദത്തിൽ വളർന്ന യുവാവ്. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ തികവില വന്നത്. പിന്നെ വറജുനു ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, മസ്ജിദുമായി കൽബ് ബന്ധപ്പെട്ടത്. പിന്നെ നബിമാരുടെ അളവിൽ അത് പറയേണ്ട വിഷയമല്ല. വറജുലുൻ തഹാബ ഫിൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഹുബ്ബ് വെച്ച് പുലർത്തുന്ന വിഷയം, അത് പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രത്യേകം അത് പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫലം തഅലം യമീനുഹു മാ അൻഫഖ, അല്ല ഫലം തഅലം ശിമാലുഹു മാ അൻഫഖ യമീനുഹു, വലത് ചെലവഴിച്ചത് ഇടതുപോലും അറിയാതെ പിന്നെ ചെലവഴിക്കുന്നവൻ. നോക്കി, ഇവർക്ക് കൊടുത്തിട്ട് അവരവിടെ പോയിട്ട് തുറന്നു നോക്കുമ്പോഴാണ് വാപ്പാ നമ്മൾ കൊണ്ടുപോയത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയെന്ന് അവർ പറയുന്നത്. ആ രീതിയിലായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നൽകൽ. പിന്നെ വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു സ്ത്രീ, ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ദാതു ജമാലിൻ, രാജ്ഞിയാണ്, സുന്ദരിയാണ്. വമൻസിബിൻ, രാജ്ഞിയാണ്.
അസീസിൻ്റെ ഭാര്യയാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കണത്. ദാത്തു ഇമ്രാത്തുൻ ദാത്തു മൻസിബിൻ ജുവൻ ഫഖാല ഇന്നി അഖാഫുള്ള. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മഅദല്ലാ എന്ന് പറഞ്ഞിട്ട് വിട്ടിക്കല്ലേ ചെയ്ത്. പിന്നെ ഏഴാമത്തെ എന്താ, ഒമൻ ദക്കറ റബ്ബൽ മുഹൈമിൻ ഖാലിയൻ ഫഫാദത് ബിഹി ഐനാഉ ഖൗഫൻ ഇകാലി. അള്ളാഹിനെ ഓർത്തിട്ട് കരയുക. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ചരിത്രത്തിൽ വേറെ കുറേ നമ്മൾ വായിക്കുന്ന ഒരു വിഷയമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കരച്ചിലിൻ്റെ വിഷയം. ഏതായാലും ആ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന 7 കൂട്ടർ, ആ 7 കൂട്ടർക്കുള്ള വസ്ഫും ഒത്ത ആളാണ് ആര്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അത് അനുഭവിച്ചതിനാലാണ് അവർ ഫൗഫിലനൽ കെയിൽ, അദ്ദേഹത്തിൻ്റെ ദാനധർമ്മം അനുഭവിച്ചതിനാലാണ് ഞങ്ങൾക്ക് കെയിൽ അളവ്, ഭക്ഷണത്തിൻ്റെ അളവ് പൂർണ്ണമാക്കി തരണമേ, ഒതസദ്ദഖ അലൈന, ഞങ്ങൾക്ക് സദക്കയും ചെയ്യണമേ എന്ന് പറയുന്നത്. ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ, ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യജ്സി അൽ മുതസദ്ദിഖീൻ, എന്താ സദക്ക ചെയ്യുന്നവർക്ക് പ്രതിഫലം കനിയുന്നു. അവിടെ കാരണം അള്ളാഹു എന്നും പറയാം. അതുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്, ഇത് ഓർമ്മിപ്പിച്ചിട്ട് പിന്നെ സദക്ക ചെയ്യാനും അളവ് പൂർത്തീകരിച്ച് തരാനും പറയാണ്. യാ അയ്യുഹൽ അസീസ് മസ്സന വ അഹ്ലന ദുർറു വജിഅനാ ബിബിദാഅത്തിൻ മുസ്ജാത്തിൻ ഫഔഫി ലനൽ കൈൽ വതസദ്ദഖ് അലൈന ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ. ഇത് ചില വിഷയങ്ങൾ വിട്ടിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് പൂർത്തീകരിക്കാം. ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്ന് ചില പാഠങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്.